ഹലോ എവരിവൺ, വെൽക്കം ടു മാത്സിഡോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്സിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കിത് മാത്സിലൊരു പുതിയ ഭാഗമായിരിക്കും. നിങ്ങൾ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഗ്രാഫ് കാര്യങ്ങളൊക്കെ വരക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക്കാണ് ഈ ചാപ്റ്ററിൻ്റെ ടോട്ടലി വരുന്നത്. പിന്നെ നമുക്ക് ക്രിസ്മസ് ടോപ്പിക്കുകളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം ഇതിൻ്റെ കണ്ടൻറ്റ് കവർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കണ്ടൻറ്റും നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കും. ഇനി അതിന് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിടും. അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൻ്റെ പേര് കോർഡിനേറ്റ്സ് എന്നാണ്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കുറച്ച് പോയിന്റുകൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് ആണ് കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ്. ഏതൊരു പോയിന്റിൻ്റെ, ഇപ്പോൾ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ എന്നാൽ നമ്മുടെയൊക്കെ ഈ ഒരു വൈറ്റ് ബോർഡൊക്കെ പോലെ നീളവും വീതിയുള്ള പ്ലെയിനാണ്, അഥവാ 3D അല്ല 2D ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനത്തിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെയർ ഓഫ് നമ്പേഴ്സ് ആണ് കോർഡിനേറ്റ്സ് പറഞ്ഞാൽ. സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഏതൊരു പോയിന്റിൻ്റെയും പൊസിഷനെ അല്ലെങ്കിൽ സ്ഥാനത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഖ്യാ ജോഡി. 2 സംഖ്യകളുണ്ടാവും, അതുകൊണ്ടാണ് ജോഡി എന്ന് വിളിക്കുന്നത്, അഥവാ പെയർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഏതൊരു പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സിന് നമ്മൾ x, y എന്ന് വിളിക്കുക. എല്ലാ പോയിന്റിനും അതിൻ്റെതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ഉണ്ട്. ഒരു പോയിന്റിനുള്ള കോർഡിനേറ്റ് വേറൊരു പോയിന്റിന് എന്തായാലും ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഈ കോർഡിനേറ്റ് വരക്കണം എന്നുണ്ടെങ്കിൽ, കോർഡിനേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം കോർഡിനേറ്റ് ആക്സസ് എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മളൊരു പ്ലെയിനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ അറിഞ്ഞ പോലെ തന്നെ 2 ആക്സിസ് ആണുള്ളത്. ഇതാണ് സൂചകാക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന കോർഡിനേറ്റ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇതിൻ്റെ കറക്റ്റ് ഫോം ഇവിടെ ഉണ്ട്. ഓക്കെ സോ ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഈ 2 ആക്സിസിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസ്, വിലങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്. കുത്തനെയുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആണ് വൈ ആക്സിസ്. ഇനി ഈ 2 ആക്സിസുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ആധാര ബിന്ദു. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 ആക്സിസ് ആണുള്ളത്, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 കോർഡിനേറ്റ് ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിലങ്ങനെയുള്ള എക്സ് ആക്സിസും വെർട്ടിക്കൽ ആയിട്ടുള്ള കുത്തനെയുള്ള വൈ ആക്സിസും. അപ്പോൾ ഈ 2 ആക്സിസുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒറിജിൻ ആണ് 2 പോയിന്റിൻ്റെയും 0. ഓക്കെ ആണല്ലോ. സോ എക്സ് ആക്സിസിലെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് ആണ് പോകുക. 1 2 3 4 5 ഇതങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോകും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ നെഗറ്റീവായിട്ട് പോകും. -1 -2 -3 -4 നിങ്ങൾക്ക് എത്ര വരെ പോകണോ അത്ര വരെയും പോകും. ഇനി വൈ ആക്സിസ് ആകുമ്പോൾ മുകളിലേക്ക് പോസിറ്റീവ് വരും. 1 2 3 4 അങ്ങനെ മുകളിലേക്ക്. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നതോറും പോസിറ്റീവ് അല്ലേ നമ്മൾ കരുതാം. ഇപ്പോൾ താഴേക്ക് വരിക എന്നുള്ളത് നെഗറ്റീവ്. അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് വരിക എന്നുള്ളത് നെഗറ്റീവാണ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ തന്നെ പിന്നെ അറിയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിന്റുകൾ പറയുന്നത്. എക്സ് ആക്സിസ് ആണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ബാക്കിയുള്ള 2 പോയിന്റുകൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി ആക്സിസുകളെ പറ്റി ബന്ധപ്പെടുത്തി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എ ആണെന്ന് കരുതിക്കും. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എഴുതണം. കോർഡിനേറ്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ എന്ന ഫോർമാറ്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും നോക്കണം എന്നുണ്ടെങ്കിൽ, എക്സ് കോർഡിനേറ്റ് എവിടെ നിന്നേ കിട്ടുള്ളൂ? എക്സ് ആക്സിസിൽ നിന്നേ കിട്ടുള്ളൂ. ഈ പോയിന്റിൻ്റെ നേരെ എക്സ് ആക്സിസിലുള്ള പോയിന്റാണ് 3. സോ എക്സ് കോർഡിനേറ്റ് 3 ആൻഡ് ഈ പോയിന്റിന് നേരെ വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ് ആണ് 2. സോ ദിസ് ഈസ് ദ വൈ കോർഡിനേറ്റ്. അപ്പോൾ വൈ കോർഡിനേറ്റ് 2. അപ്പോൾ ഈ പോയിന്റാണ് 3, 2. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു പോയിന്റ് തരാം. ബി എന്ന പോയിന്റ്, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ഞാൻ പറയുകയാണ് 4, -3 ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് 4, വൈ കോർഡിനേറ്റ് ആണ് -3 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മലയാളത്തിൽ പറഞ്ഞ സൂചക സംഖ്യ. ഓക്കെ ആണല്ലോ. ഞാൻ
ഇംഗ്ലീഷ് ടേംസ് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ മലയാളം ടേംസ് ഉണ്ടാകും കോർഡിനേറ്റ്സ് എന്നുള്ളത് സൂചക സംഖ്യയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ ബി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇത് മായ്ക്കണം. നോക്കിക്കോ, ബി എന്ന പോയിന്റ് 4, എക്സ് കോർഡിനേറ്റ് 4 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ എവിടെ 4 വരിക? എക്സ് ആക്സിസിൽ ഞാൻ 4നെ ലെഫ്റ്റ് സൈഡിലേക്ക് തപ്പിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം 4 ഒരു പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് എവിടെ വരുള്ളൂ? റൈറ്റ് സൈഡിലേ വരുള്ളൂ. അത് തലയിലുണ്ടാവണം. സോ 1 2 3 4 ദാ ഇവിടെയാണ് 4 അല്ലേ? അപ്പോൾ ഇവിടെ 4 കിട്ടി. ഓക്കെ ആണല്ലോ. ഇവിടെ 4 കിട്ടി. ഇനി വൈ ആക്സിസിൽ -3 ആണ് വേണ്ടത്. -3 വൈ ആക്സിസിൽ ഞാൻ ഇവിടെ തപ്പിയിട്ട് കാര്യമുണ്ടോ? മേലക്ക് തപ്പിയിട്ട് കാര്യമില്ല. മേലക്ക് പോസിറ്റീവ് അല്ലേ ഉണ്ടാവുള്ളൂ. താഴെക്കാണ് തപ്പേണ്ടത്. -3 വരുന്ന സമയത്ത് ഇവിടെ -1 -2 -3 ഇവിടെ വരും. എക്സ് ആക്സിസിൽ 4ഉം വൈ ആക്സിസിൽ -3യും നേരെ വരച്ച് കഴിഞ്ഞാൽ അവ രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇല്ലേ? ആ പോയിന്റാണ് നമ്മുടെ പോയിന്റ് ബി 4,-3. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ അറിയണം. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് കിട്ടും, വൈ ആക്സിസിലേക്ക് നോക്കിയാൽ വൈ കോർഡിനേറ്റ് കിട്ടും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 4,-3 അപ്പോൾ ഏതൊരു പോയിന്റിൻ്റെയും കോർഡിനേറ്റിൻ്റെ ജനറൽ ഫോം x,y അല്ലേ? അതിലുള്ള എക്സ് കോർഡിനേറ്റ് ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നെഗറ്റീവ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വൈ കോർഡിനേറ്റ് ഹൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടോ, വൈ തിരിച്ചിട്ടാൽ h അങ്ങനെ അറിയിച്ചാൽ മതി. സോ മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 4,-3ൽ എക്സ് കോർഡിനേറ്റ് 4 അല്ലേ? എക്സ് കോർഡിനേറ്റ് 4 അല്ലേ? ഈ 4 ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ആക്സിസിൽ എന്തായാലും ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് വരില്ല. അഥവാ ഈ ഒരു ഭാഗത്തേക്ക് ആ പോയിന്റിനെ നോക്കിയിട്ട് കാര്യമില്ല. എവിടെ കിട്ടുള്ളൂ? എക്സ് ആക്സിൻ്റെ റൈറ്റ് സൈഡിലല്ലേ 4 കിട്ടുള്ളൂ. 1 2 3 4. ഈ 4ൻ്റെ നേരെ എവിടെയെങ്കിലൊക്കെ ഉള്ള പോയിന്റ് ആയിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പോൾ റൈറ്റ് സൈഡിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലും, നെഗറ്റീവ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലും. ഇനിയിപ്പോൾ ഇവിടെ -4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ആ പോയിന്റ് കിടക്കുക. ഇവിടെ എവിടെയെങ്കിലേക്കാണ് ആ പോയിന്റ് കിടക്കുക. ഈ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് കോർഡിനേറ്റ് 4 ഇവിടെ 4 യൂണിറ്റ് റൈറ്റ് സൈഡിലാണ് വരിക. എന്തുകൊണ്ട്? റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി വൈ കോർഡിനേറ്റ് എന്തിനെ സൂചിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഇവിടെ -3 ആണ്. -3 നെഗറ്റീവ് നമ്പർ അല്ലേ? നെഗറ്റീവ് നമ്പർ നമ്മൾ എന്താ പറഞ്ഞിരിക്കണത്? നെഗറ്റീവ് നമ്പർ വരണമെന്നുണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് എന്തായാലും മേലേക്ക് വരില്ലല്ലോ, താഴത്തേക്കല്ലേ വരുള്ളൂ. എത്ര യൂണിറ്റ്? 3 യൂണിറ്റ്. അതുകൊണ്ടല്ലേ -3 വരുന്നത്. അപ്പോൾ 3 യൂണിറ്റ് താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെയാണ് -3 വരുന്നത്. ആണോ അല്ലേ? അപ്പോൾ അതെങ്ങനെ താഴെയാണെന്ന് മനസ്സിലായത്? വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. താഴെയാണെങ്കിലാണ് നെഗറ്റീവ്, മേലെയാണെങ്കിൽ പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ 3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് മേലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ റൈറ്റ് സൈഡിൽ 4 യൂണിറ്റ് അകലെ, താഴേക്ക് 3 യൂണിറ്റ് അകലെ ഇവിടെയായിരിക്കും പോയിന്റ് വരിക. ഈ 2 പോയിന്റുകളും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ പോയിന്റ് ആയിട്ടുള്ള ബി വരിക തന്നെ. അപ്പോൾ ഇനി നമ്മൾ എക്സ് ആക്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്, എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും വൈ ആക്സിസുമുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ വൈ കോർഡിനേറ്റ് ഉണ്ടാവും. എപ്പോഴാണ് ഏതാ വൈ കോർഡിനേറ്റ്? x,y എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് ഉണ്ടാവും, ഒന്നാമത്തെ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഞാനതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിക്കോ. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇവിടെ ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസുമുള്ള പോയിന്റുകളുടെയൊക്കെ കോർഡിനേറ്റ് എഴുതുക. എല്ലാ പോയിന്റിനും കോർഡിനേറ്റ് ഉണ്ട് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കണം. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താ വരിക? ഇതാ, എക്സിൽ 3, വൈയിൽ 2, 3 2. എന്താ അറിയില്ലേ? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാ അല്ലേ? സോ ദെൻ നമുക്ക് പറയാം. ഇതാ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ കാണുക? ഞാനൊരു കാര്യം പറയാം. ഇത് എക്സ് ആക്സിസ് അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? എക്സ് ആക്സിസ് സാധാരണ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ് x,y ഉണ്ടാവും. പക്ഷേ എക്സ് ആക്സിസിൽ എക്സ് മാത്രം മെയിനായാൽ മതി. എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാകുമോ? ഇല്ല. എക്സ് ആക്സിസ് എക്സിൻ്റെ നാടാണ്. അപ്പോൾ എക്സ് ആക്സിസിന് എക്സ് മാത്രം മതി, വൈ വേണ്ട. എക്സ് ആക്സിസും നിങ്ങൾ ഏതൊരു പോയിന്റ്, എക്സ് ആക്സിസും നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും. ആ പോയിന്റിൻ്റെ നേരെ എക്സ് ആക്സിൽ എന്താണോ ആ നമ്പർ അവിടെ ഉണ്ടാവും. പക്ഷേ വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താ വരിക? എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും അവിടെ 1 അല്ലേ? അപ്പോൾ അത് 1 ഉണ്ടാവും.
വൈ കോർഡിനേറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മേലക്കാണെങ്കിൽ പോസിറ്റീവ്, താഴത്തേക്കാണെങ്കിൽ നെഗറ്റീവ്. ഈ പോയിന്റ് നോക്ക്, ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കട്ടെ. ഒറിജിൻ ഇവിടെയാണ്, ഈ പോയിന്റ് ഇവിടെയാണ്. ഇത് ഒറിജിൻ്റെ മേലെയാണോ താഴെയാണോ? മേലെയല്ല താഴെയല്ല. ഇപ്പം മേലെയല്ല താഴെയല്ല പറഞ്ഞാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാത്ത ഒരേ ഒരു നമ്പർ 0 ആണോ? അല്ലേ? ഹൈറ്റ്, വൈ എപ്പോഴും ഹൈറ്റാണ്. ആ പോയിന്റ് ഒറിജിൻ്റെ മേലെയാണോ താഴെയാണ്? അല്ല, രണ്ടും അല്ല. ഒറിജിൻ്റെ നേരെയാണ്. ഒറിജിൻ്റെ നേരെയാണെങ്കിൽ 0, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പഠിച്ചു. എക്സ് ഉണ്ട് 1, എക്സ് ആക്സിലും എക്സ് ഇല്ലാതൊക്കെ പറ്റും. എക്സ് ഉണ്ട് 1, വൈ ഉണ്ടോ? വൈ ഉണ്ടോ? വൈ ഇല്ല, 0 ആണ്. വൈ 0 ആണ്. ഇങ്ങോട്ടേ പോകണം. ഓക്കെ, വൈ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റോ? അടുത്ത പോയിന്റ് ഇതേപോലെ തന്നെ എക്സ് ആക്സിലുള്ള പോയിന്റ് 2,0. അടുത്ത പോയിന്റോ 3,0. അടുത്ത പോയിന്റോ 4,0. അടുത്ത പോയിന്റോ 5,0. ഇതോ ഇവിടെ ഇതോ -1,0. ഇവിടെ -2,0. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റ് ഈ ആക്സിസുമുള്ള പോയിന്റാണ്. ഇതൊക്കെ എക്സ് ആക്സിസുമുള്ള പോയിന്റ് അല്ലേ? എക്സ് ആക്സിസുമുള്ള പോയിന്റിന് എക്സ് കോർഡിനേറ്റ് മാത്രം മതി. എക്സ് ആക്സിസുമുള്ള പോയിന്റിന് എക്സ് കോർഡിനേറ്റ് മാത്രം മതി. വൈ ഇല്ല, ഹൈറ്റ് ഇല്ല. അത് ഒറിജിനൽ നേരെ കാരണം. ഒറിജിനൽ മേലെയല്ല താഴെയല്ല. വൈ ഹൈറ്റ് ആണ്. ഹൈറ്റ് മേലൊക്കെ ആകുമ്പോഴല്ലേ പോസിറ്റീവ് ഉള്ളൂ, അല്ലെങ്കിൽ താഴത്തേക്ക് ആകുമ്പോഴല്ലേ നെഗറ്റീവ് ഉള്ളൂ. ഇത് രണ്ടും അല്ല. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കല്ലേ, തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കല്ലേ. ബുദ്ധി ഉണ്ടാക്കട്ടെ ഞങ്ങൾക്ക്. തിരിച്ച് ചിന്തിച്ച് നോക്കാം. അവിടെ ലോണ കേട്ടോ. നമുക്ക് കളർ മാറ്റാം. നോക്കിക്കോ, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് വൈ ആക്സിസ് അല്ലേടാ. വൈ ആക്സിസ് എന്ന ഒരു കോർഡിനേറ്റിന് x,y എന്ന ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് വരും. അവിടെ വൈ ആക്സിസ് ആണെങ്കിൽ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? ഇതിന് വൈ ഉണ്ട്. വൈ ആക്സിസ് വൈ ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ? വൈ ഉണ്ട്. വൈ എപ്പോഴും രണ്ടാമത് ചെയ്താൽ വൈ ഉണ്ട്. എക്സ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? വൈ ആക്സിസ് വൈൻ്റെ ഏരിയയിൽ ആര് മീനായാൽ മതി? വൈ മീനായാൽ മതി. എക്സ് വേണോ? വേണ്ട. ഇതേപോലെ തന്നെ എക്സ് നേരത്തെ ഒരു നയം എടുത്തത്. എന്താ എക്സ് നേരത്തെ എടുത്ത നയം? എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റിനും x,y എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. എക്സ് മാത്രം മതി, വൈ വേണ്ട. എക്സിൻ്റെ നാട്ടിലേക്ക് എക്സ് വൈനെ കയറ്റിയില്ല. ഓട്ടോമാറ്റിക്കലി വൈക്ക് ഇതുണ്ടാവും, റിവെഞ്ച് എടുക്കാണ്ടാവും. വൈൻ്റെ നാട്ടിലേക്ക് ആരും കയറണ്ട, എക്സും കയറണ്ട. അപ്പോൾ വൈ ആക്സിസുമുള്ള പോയിന്റുമേ വൈ കോർഡിനേറ്റ് ഉണ്ടാവും എന്തായാലും, എക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? 0,2. ഇതെന്തായിരിക്കും? 0,3. എക്സ് വേണ്ട, എക്സ് ഇവിടെ വേണ്ട, വൈ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇവിടെ ആണെങ്കിലോ 0,-1. അപ്പോൾ ഇവിടെ ഇതെന്താ വരിക? 3,0. കാരണം എന്താ? ഇത് എക്സ് ആക്സിസുള്ള പോയിന്റ്. എക്സ് ആക്സിസുള്ള പോയിന്റ് എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാവില്ല. അപ്പോൾ ഈ 3യോ 0,3. കാരണം എന്താ? ഇത് വൈ ആക്സിസുമുള്ള പോയിന്റ്. അത് വൈ ആക്സിസുമുള്ള പോയിന്റാണ്. ഇത് വൈ ആക്സിസുമുള്ള പോയിന്റാണ്. വൈ ആക്സിസുമുള്ള പോയിന്റുമേ വൈ ഉണ്ടായാൽ മതി, എക്സ് വേണ്ട. ഓക്കെ ആണല്ലോ. ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് വെച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി റെക്റ്റാങ്കിൾ മാത്ത് നടന്ന അടുത്ത ടോപ്പിക്കിലേക്കാണ്. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്ക്. 3 ടോപ്പിക്സാണ് ഈ ചാപ്റ്ററിലുള്ളത്. റെക്റ്റാങ്കിൾ മാത്ത് വളരെ സിമ്പിളാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കിക്കോ. ദ വൈ കോർഡിനേറ്റ് ഓഫ് എവരി പോയിന്റ് ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനോട് പാരലായിട്ട് സമാന്തരമായിട്ട് ഞാനൊരു വര വരച്ചു. എക്സ് ആക്സിസ് ഇങ്ങനെയാണ്. എൻ്റെ മേലെ കൂടെ ഞാനൊരു വരയും കൂടി വരച്ചു. അതേപോലെ ആ വരയിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 സെയിം ആണെന്ന് പറയുന്നത്. എന്താണെന്നൊക്കെ ഞാൻ എക്സാമ്പിളാക്കി പറഞ്ഞുതരാം. കണ്ട് നോക്കിക്കോ. ഇത് വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ ഈ എക്സ് ആക്സിസ് ഇവിടെ ഉണ്ട്, എക്സ് ആക്സിസ് അവിടെ, വൈ ആക്സിസ് അവിടെ. ഇത് രണ്ടും കൂട്ടിച്ചേരുന്ന പോയിന്റാണ് 0. ഇപ്പോൾ ചില ആൾക്കാർക്ക് താഴത്തേക്ക് വേണ്ടി വരും. താഴത്തേക്ക് പൂതിയുണ്ടെങ്കിൽ വരച്ചോളിയും, പക്ഷേ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് വരക്കണില്ല. ഇനി ഈ എക്സ് ആക്സിസിനോട് പാരലായിട്ട് ഞാൻ അതേപോലെ ലൈൻ വരച്ചു. 3 എന്ന പോയിന്റ് കൂടെ വരച്ചു. ഇതിൻ്റെ വൈ 3 ആണ്. അപ്പോൾ ഈ പോയിന്റ് ഈ ലൈന് നേരെ ഫുള്ള് 3ൻ്റെ നേരെ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെയൊക്കെ ഫുള്ള് ഈ വരിയിലുള്ള എല്ലാ പോയിന്റിൻ്റെയും ഹൈറ്റ് സെയിം അല്ലേ? നിലത്തുനിന്ന് ഒരേ ഹൈറ്റ് അല്ലേ? അതുകൊണ്ടോ ഹൈറ്റ് സെയിം അല്ലേ? എന്താ ഇങ്ങോട്ടുള്ള ഹൈറ്റ് സെയിം അല്ലേ? ഇങ്ങോട്ടുള്ള ഹൈറ്റ് സെയിമാ ഇവിടെ കണ്ടോ? ഈ ഒരു ഹൈറ്റ് സെയിമാ, ഒരേ ഹൈറ്റിലാണ് കിടക്കണം ആണോ? അല്ലേ? ഇതിപ്പോൾ നിലത്തുനിന്ന് ഇപ്പോൾ ഇതൊരു 5 മീറ്റർ ഹൈറ്റിലാണെങ്കിൽ ഇതും 5 മീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ എല്ലാ പോയിന്റും ഒരേ ഹൈറ്റിലാണ്. ആ ഹൈറ്റൊക്കെ നേരെ വരുന്നത് വൈ ആക്സിസിലെ 3 അത് ആലോചിച്ചേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് വൈ ആക്സിസ് മൊത്തം പോയിന്റ് അല്ലേ? വൈ ആക്സിസ് മൊത്തം പോയിന്റ് എക്സ് ഉണ്ടാവും? ഇല്ല, എക്സ് 0, വൈ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് എന്താ? എങ്ങനെ നോക്കുക? നേരെ എക്സ് ആക്സിലേക്ക് നോക്കുക. 1. അപ്പോൾ 1, ഇനി വൈ ആക്സിലേക്ക് നോക്കുക 3. അങ്ങനെയല്ല നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറയുന്നത്. ആദ്യം എക്സ് ആക്സിലേക്ക് നോക്കുക, എക്സ് കോർഡിനേറ്റ് ചെയ്ത്, രണ്ടാമത് വൈ ആക്സിലേക്ക് വൈ കോർഡിനേറ്റ് ചെയ്ത്. ഇനി അടുത്ത പോയിന്റ് എക്സ് ആക്സിലേക്ക് 2, വൈ ആക്സിലേക്കൊക്കെ പിന്നെയും 3. എന്താ? കാരണം എല്ലാ പോയിന്റിൻ്റെയും ഹൈറ്റ് സെയിം ആണ്. ഇനി അടുത്ത്
ഇവിടെ നേരെ എക്സ് ആക്സിൽ 3 വൈ ആക്സിൽ 3. ഇനി ഇവിടെ എക്സ് ആക്സിൽ 4 വൈ ആക്സിൽ ഫുള്ള് 4. കാരണം എന്താ? ഫുള്ള് 3. കാരണം എന്താ? ആ എല്ലാ പോയിൻറ്റും 3 യൂണിറ്റ് ഉയരത്തിലാണ് കിടക്കുന്നത്. എല്ലാ പോയിൻറ്റിൻ്റെ ഹൈറ്റ് സെയിമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇഞ്ച വാപ്പാൻ്റെ ഹൈറ്റ് സെയിമാണ് അറിയാം. ഇഞ്ച വാപ്പാൻ്റെ ഹൈറ്റ് ഞാൻ പറയുന്നത് 175.2 സെൻറ്റിമീറ്റർ. ആർക്കെങ്കിലും ഇഞ്ച ഹൈറ്റ് പറയാൻ വയ്ക്കുമോ? പറയാൻ വയ്ക്കേണ്ടതാണ് 175.2. കാരണം എന്താ? ഞങ്ങൾ രണ്ടാളി ഹൈറ്റ് എന്താണ്? സെയിമാണ്. ഞങ്ങൾ ഇഞ്ച വാപ്പാൻ്റെ ഹൈറ്റ് സെയിമാണ്. അതേപോലെ തന്നെ ഇത് തന്നെ പറഞ്ഞത് ഇവിടേക്ക് എല്ലാ പോയിൻറ്റ് ഹൈറ്റ് സെയിമാണ്. പറഞ്ഞാൽ എല്ലാ പോയിൻറ്റിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് ചെയ്താൽ വൈ ആണ്. വൈ ഹൈറ്റിനെയും എക്സ് ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പഠിച്ചു വെച്ചോ, ഇത് ആവശ്യം വരും. ആരും ഇത് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റിൽ തരില്ല, പക്ഷേ ഇത് പഠിച്ചാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ എല്ലാ പോയിൻറ്റ് ഹൈറ്റ് സെയിം ആണ്. പറഞ്ഞാൽ ഹൈറ്റ് ആരാ? വൈ അല്ലേ? വൈ സെയിം ആണെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു ഒക്കെയാണ്. ഇത് ദൂരം ഒറിജിൻ നിൽക്കുന്ന ഈ ഒരു ആക്സസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആണ്. ഇങ്ങോട്ടുള്ള എല്ലാം ദൂരം സെയിം ആണ്. ദൂരം സെയിം ആണ് എക്സ് സെയിം ആണ്. ഇവിടെയൊക്കെ എക്സ് സെയിം ആണ്. വൈ ഇങ്ങനെ ഉണ്ടോ? ഈ പോയിന്റിൻ്റെ അതേ ഹൈറ്റിലല്ല ഈ പോയിന്റ് ഹൈറ്റ് കൂടിയിരിക്കണം. ഈ പോയിന്റ് പിന്നെ ഹൈറ്റ് കൂടിയിരിക്കണം. ഈ പോയിന്റ് പിന്നെ ഹൈറ്റ് കൂടിയിരിക്കണം. ഹൈറ്റ് കൂടുക പറയുമ്പോൾ വൈ കൂടി പോകും. എക്സ് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരേ ലെവലിലല്ലേ പോകണം? റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഏതെങ്കിലും പോയിന്റ് അങ്ങോട്ടോ മാറിക്കണോ? ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ 2 പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് കാണാതെ പഠിച്ചിടുന്നുണ്ടോ? ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് പല പരീക്ഷകളിൽ ഒരു 7-8 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വർഷം പ്രതീക്ഷിക്കുക 2 മാർക്ക് ഷുവർ ആക്കിക്കോളും. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പോയിന്റ് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് തന്നിരിക്കുന്നത് 3, 2. മറ്റൊരു പോയിന്റ് ആൻസർ ഉണ്ടല്ലോ ഇവിടെ, സോറി. മറ്റൊരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾ 7, 6. ബാക്കിയുള്ള 2 പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണണം. സിമ്പിളായിട്ട് ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിക്കോ. സി പറഞ്ഞ പോയിന്റ് ഉണ്ടോ? ഈ സി പറഞ്ഞ പോയിന്റുമായിട്ട് അതേ ഹൈറ്റിലുള്ള പോയിന്റ് അല്ലേ ഡി? സി നിലത്തുനിന്ന് എത്ര ഹൈറ്റ് ഉണ്ടോ അതേ ഹൈറ്റ് തന്നെയല്ലേ ഡിയിലേക്ക് ഉള്ളതാണോ? അല്ലേ? അപ്പോൾ ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു വൈ. എച്ച് തിരിച്ചിട്ടോ വൈ, എക്സ് ഡിസ്റ്റൻസ്, വൈ ഹൈറ്റ്. ഇത് ആലോചിച്ചാൽ മതിട്ടോ. അപ്പോൾ ഹൈറ്റ് ഇവിടുത്തെ ഹൈറ്റ് സെയിം ആണ്. ഒരേ ഹൈറ്റിലല്ലേ? അത് നിലത്തുന്ന ഒരേ ഹൈറ്റാണ്, ഇതും നിലത്തുന്ന ഒരേ ഹൈറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്ര? വൈ എത്ര? 2. അപ്പോൾ ഇവിടുത്തെ വൈ എത്ര തന്നെയാണ്? 2. അപ്പോൾ ഇവിടെ എന്താണോ വൈ അതേ വൈ തന്നെയാണ് ഇവിടെ വരിക, 2. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി പറഞ്ഞ പോയിന്റിന്റെ അതേ ഹൈറ്റിലുള്ള പോയിന്റ് ഉണ്ടോ? ബീൻ്റെ അതേ ഹൈറ്റ് ആണോ? ഡിക്ക് അല്ല. ബീൻ്റെ നേരെ താഴെയാണ്. ഇനി ബീൻ്റെ അതേ ഹൈറ്റ് ആണോ? സിക്ക് അല്ല. ബീനെക്കാളും താഴെയാണ് സി. ബീൻ്റെ അതേ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്, അതിനോട് കെട്ടപിടിച്ച് നിൽക്കുന്ന പോയിന്റ് ആണ് എ, ആണോ? അല്ലേ? അപ്പോൾ ബീൻ്റെയും എൻ്റെയും ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് സെയിം ആണ്, വൈ സെയിം ആണ്. ഇവിടുത്തെ വൈ എത്ര? 6. അപ്പോൾ ഇവിടുത്തെ വൈ എത്ര തന്നെയാണ്? 6. കിട്ടിയോ? കത്തിയോ? ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇവിടെയും 6. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തിനെ കടഎടുക്കുക? വൈനെ കടഎടുക്കുക. കണ്ടോ? വെലങ്ങനെ വൈ വൈവാന്ന് പഠിച്ചാൽ മതി. വെലങ്ങനെ വൈ. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടുന്ന് വെലങ്ങനെ ഇവിടുന്ന് വൈനെ ഞാൻ ഇങ്ങോട്ട് കടർത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ആരെ കടർക്കേണ്ടി വരും? എക്സിനെ കടർക്കേണ്ടി വരും. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ എക്സ് എത്ര? 7 അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സും 7 ഇങ്ങോട്ട് വരും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇവിടുത്തെ എക്സ് 3 അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സ് 3. ഓക്കെ ആണല്ലോ. അപ്പോൾ വെലങ്ങനെ വൈനെയും കുത്തനെ എക്സിനെയും കടർത്താൽ മതി. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് നോക്കിയോ, ശ്രദ്ധിച്ചിരുന്നു. ഇതാണ് ആൻസർ വരിക. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നു. ഒരു പോയിന്റ് ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. ഈ പോയിന്റിന്റെ അതേ ഹൈറ്റിലുള്ള പോയിന്റാണ് ഇത്. അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണ് പറഞ്ഞാൽ വൈ സെയിം ആണെന്നാണ്. വൈ ആണ് ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് 2 ആണ്, കാരണം വൈ 2 ആണല്ലോ. വൈ അല്ലേ ഹൈറ്റ്? അപ്പോൾ ഇവിടുത്തെ വൈ 2 ആണെങ്കിൽ ഇവിടുത്തെ വൈയും 2 തന്നെ ആണോ? അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ എ പറഞ്ഞ പോയിന്റിന്റെ അതേ ഹൈറ്റ് കിടക്കുന്ന പോയിന്റാണ് ബി, ആണോ? അല്ലേ? അപ്പോൾ ബിയുടെ എക്സ് 6 ആണെങ്കിൽ വൈ 6 ആണെങ്കിൽ ഹൈറ്റ് 6 ആണെങ്കിൽ എയുടെ ഹൈറ്റും 6 ആയിരിക്കും. ഇനി അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെലങ്ങനെ വൈനെയാണ് നമ്മൾ കടമെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുത്തനെ ആരിറക്കിയാൽ മതി? എക്സിന് ഇറക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് രണ്ടും വൈ സെയിം ആക്കി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിനെ ഈ എക്സിനെയാണ് ഇങ്ങോട്ട് വരിക. ഓക്കെ ആണല്ലോ. കുത്തനെ എക്സ് ഇറക്കുക. ഇവിടുത്തെ എക്സ് തന്നെ ആയിരിക്കും ഇവിടുത്തെ എക്സ് തന്നെ ആയിരിക്കും ഇവിടെ. അതേപോലെ തന്നെ വെലങ്ങനെ വൈന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വൈ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇതേ ഹൈറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ 2 ഹൈറ്റ് സെയിം ആണെങ്കിൽ വൈ സെയിം ആണ്. ഇവിടുത്തെ വൈയും സെയിം ആണ്. അപ്പോൾ ഇവിടുന്ന് വൈ സെയിം ആക്കുകയാണെങ്കിൽ കുത്തനെ എക്സും സെയിം ആക്കുക. ഈ കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അതിന് ശേഷം
ഡിസ്റ്റൻസസ് ആൻഡ് ലെങ്ത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ഏതെങ്കിലും 2 പോയിന്റ് ഞാൻ തരികയാണ്. ഞാനിതൊരു ആക്സസ് ഒക്കെ വരച്ച് 2 പോയിൻ്റാണ് എന്താ 3 2 7 5. ഇനി ഞാൻ പറയുകയാണ് 3 2 3 2 3 പറഞ്ഞാൽ x1 y1, ഇത് x2 y2. എന്താ x1 y1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് x, ഒന്നാമത്തെ പോയിന്റ് y, x2 y2, രണ്ടാമത്തെ പോയിന്റ് x, രണ്ടാമത്തെ പോയിന്റിൻ്റെ y ആണോ അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റുകളൊരു ദൂരം കാണാൻ, ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റുകളൊരു ദൂരം കാണാൻ, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ദൂരം കാണാൻ, അകലം കാണാൻ, മലയാളം മീഡിയം ആണെങ്കിൽ അകലം, ഏതെങ്കിലും 2 പോയിന്റ് x1 y1 x2 y2 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെറുതാക്കിയാണ് 1 ചെയ്തിട്ടുണ്ട്, പിന്നെ ടൈപ്പ് ചെയ്യും അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. x1 y1 x2 y2 ആണ് ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കാണുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ പകുതി പഠിച്ചാൽ മതി. റൂട്ട് ഓഫ് എന്ന് പഠിക്കുക x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സിനെ കാട്ടിയോ തന്നെ വൈനി, അങ്ങനെ പഠിച്ചാൽ മതി. എക്സിനെ എന്തൊക്കെ കാട്ടിയോ തന്നെ വൈനിയും കാട്ടുക ഉണ്ടോ. x2 മൈനസ് x1 അപ്പോൾ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ അങ്ങനെ പഠിച്ചാൽ മതി. പകുതി പഠിച്ചാൽ മതി. പകുതി പഠിച്ചാൽ പകുതി ഒപ്പം പോകുള്ളൂ. ഇനി 2 പോയിന്റ്, ഏത് 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാലും അവിടെ നിന്ന് ഈ പോയിന്റ് ആ പോയിന്റുകൾ ദൂരം കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് മഞ്ചേരി, ഒരു പോയിന്റ് കോഴിക്കോട്. മഞ്ചേരിൻ്റെ കോർഡിനേറ്റ് ആണ് 10,15. അടുത്ത് കോഴിക്കോടിൻ്റെ കോർഡിനേറ്റ് ആണ് 20,32. അങ്ങനെയാണെങ്കിൽ ദൂരം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എടുക്കുക. അവിടെ x1 y1 എന്ന് വിളിക്കുക, ഇവിടെ x2 y2 എന്ന് വിളിക്കുക. ഇനി ദൂരം കാണുന്നുണ്ടെങ്കിൽ എന്താ ഇക്വേഷൻ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ദൂരം കാണും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഞാൻ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കാണാം. ഇനി ചില പോയിന്റുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത്ര നിങ്ങളുള്ള ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് തന്ന 2 പോയിന്റിലൊന്ന് ഒറിജിൻ ആണ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയതാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഇനിയും ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിലും 0 ആണ്, y ആക്സിസിലും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സും 0 വൈയും 0. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ ഒറിജിൻ y ആക്സിലല്ലേ, എക്സ് ആക്സിലുണ്ട്. അപ്പോൾ എക്സ് ആക്സിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും 0 ആണ് ഞാൻ പറയുന്നത്. എക്സ് ആക്സിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും y 0 ആയിരിക്കും. ആണോ അല്ലേ? എക്സ് ആക്സിൽ എക്സ് മാത്രം മതി, y വേണ്ട. അതേപോലെ തന്നെ y ആക്സിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും എക്സും 0 ആയിരിക്കും, y മാത്രം മതി. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ 2ൻ്റെ അടിപ്പെട്ടു. പിഞ്ച വരെ പൂക്കോട്ടുംപാടം, അമ്മാൻ്റെ വരെ കാരപ്പുറക്കാരും പൂക്കോട്ടുംപാടക്കാരും കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് പൂക്കോട്ടുംപാടക്കാരൊപ്പം നോക്കാൻ പറ്റില്ല, കാരപ്പുറക്കാരൊപ്പം നോക്കാൻ പറ്റില്ല. കാരണം എന്താ? 2 ഞാൻ അറിയുന്ന ടീമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ മിതത്വം പാലിച്ച് അടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേരാതെ നിൽക്കേണ്ടി വരും. അതേപോലെ എക്സ് ആക്സിൽ ഉണ്ടായതുകൊണ്ട് വൈയും 0 ആയിരിക്കും, y ആക്സിൽ ഉണ്ടായതുകൊണ്ട് എക്സും 0. കാരണം അപ്പോൾ 2 0 0 0. ഓക്കെ ആണല്ലോ. അങ്ങനെ 0 0 ആയിട്ട് നിൽക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ ഐഡിയ. അപ്പോൾ ഇനി ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്റർ തീർന്നു. ഇത്രേ ഉള്ളൂ ചാപ്റ്റർ. എന്ത് സിമ്പിളാണ്. ഡിസ്റ്റൻസ് ഏതെങ്കിലും 2 പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു. ഇനി തന്നിരിക്കുന്ന 2 പോയിന്റിലൊന്ന് ഒറിജിനാണ്. ഒറിജിൻ ഏതാ? 0 0. 2 എക്സ് ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് അല്ലേ. എക്സ് ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ് 0 0. പഠിച്ചു വെച്ചോ. 0 0. ഇപ്പോൾ ഒരു പോയിന്റ് 0 0 അല്ലെങ്കിൽ ഒറിജിൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. x2 മൈനസ് x1. പക്ഷേ ഇവിടെ x1 ചെയ്യാൻ ആളില്ല, അവിടെ 2 0 അല്ലേ. അപ്പോൾ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വേഷൻ ഒന്ന് ചെറുതാവും. ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം കുറക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ സൈഡ് 0 കുറച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു ആണ് കീഴടങ്ങി. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി മൂന്നാമത്തെ സത്യം പറഞ്ഞാൽ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാനുള്ളൂ. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 3,5. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 7,5. ഇവിടെ നിങ്ങട്ടുള്ള ദൂരം എന്തേ കാര്യം? സിമ്പിൾ അല്ലേ? ഈ ഒരു ദൂരം എന്തേ? ഞാൻ പറഞ്ഞുതരും സിമ്പിളായിട്ട്. ഇവിടെ എന്തായാലും y സെയിമാണ്. പിന്നെ വൈകിനെ തമ്മിൽ ഒന്നും കാട്ടിയിട്ട് കാര്യമില്ല. 3 7 എത്താൻ എത്ര കൂട്ടണം? 4 അല്ലേ? ഇത്രയായി. ഇവിടെ ആകെ ഈ 2 പോയിന്റുകളിൽ ഈ 2 പോയിന്റുകൾ y എന്തായാലും സെയിമാണ്. ആരിലേ മാറ്റുള്ളൂ. ഇതാ ഇവിടുത്തെ x 3ഉം ഇവിടുത്തെ x 7ഉം. 3 എത്താൻ എത്ര കൂട്ടണം? 4. ആ 4ആണ് ഇവിടുത്തെ ദൂരം. അപ്പോൾ ഏതെങ്കിലും വൈകളോ അല്ലെങ്കിൽ എക്സുകളൊക്കെ സെയിം ആവുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഓക്കെ, കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിക്കോ. അപ്പോൾ ഇവിടെ 2 y സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 2 y നിട്ടിക്കണം. കാരണം x1 x2 ഉണ്ട്. പക്ഷേ ഇവിടെ y1 y2 നിടാത്ത കാരണം ഇവിടുത്തെ ഹൈറ്റ് തന്നെയാണ് ഇവിടെ. ആണോ അല്ലേ? ഹൈറ്റ് സെയിം ആണ് പറഞ്ഞാൽ y സെയിം. അഥവാ ഇവിടുത്തെ y 10 ആണെങ്കിൽ ഇവിടുത്തെ y 10.
വൈകൾ സെയിം ആണെങ്കിൽ വൈകളൊന്നും കാട്ടണ്ട, എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ എക്സുകൾ തമ്മിൽ കുറക്കുക, x2 - x1. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കുറക്കാൻ ബുദ്ധിമുണ്ടെങ്കിൽ തിരിച്ചു കുറച്ചുകൂടി x1 - x2 ചെയ്തോളി. ഇന്ന് ഞാൻ ഈ മോഡ് അപ്പുറത്തും ഇപ്പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മോഡ് എത്ര ഉള്ളൂ. അപ്പോൾ മോഡ് 3 പറഞ്ഞാൽ മോഡിന് ഈ 3 ആവശ്യമില്ല. കാരണം എന്താ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ വെട്ടിക്കളയാനാണ് മോഡ്. ഇവിടെ നെഗറ്റീവ് ഉണ്ടോ, ഇല്ലാത്തവന് പിന്നെ വെട്ടിക്കളയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, 3 തന്നെയാണ്. ഇനി മോഡ് -3 എന്തേ കാരണം, ഇവിടെ -3ക്ക് ഒരു മൈനസ് ഇല്ലേ ലാസ്റ്റ്, ആ മൈനസ് കൊണ്ട് ഒഴിവാക്കുക, 3 ആണോ. കാരണം ദൂരം നമ്മൾ ഒരിക്കലും എന്തിൽ പറയില്ല, നെഗറ്റീവ് പറയില്ല. അപ്പോൾ ഈ ഒരു പേനൻ്റെ നീളം 10 സെൻറ്റിമീറ്ററാണ്. ഇത് ഞാൻ തല കുത്താനം പിടിച്ച് കഴിഞ്ഞാൽ -10 ആവില്ലല്ലോ. സ്കെയിലിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വേണം. അപ്പം നീളം, ദൂരം, പ്രായം, എണ്ണം ഇതൊന്നും നമ്മൾ നെഗറ്റീവ് പറയില്ല, അത് ആലോചിക്കുക. അപ്പോൾ ആ നെഗറ്റീവ് ഇല്ലാതൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തും എന്ത് മോഡ്. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ 2 പോയിന്റിൻ്റെ എന്ത് സെയിം ആണെങ്കിൽ, എക്സ് സെയിം ആണെങ്കിൽ ഇവിടെ ഹൈറ്റ് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഇവിടത്തേക്കാട്ടിൽ ഹൈറ്റ് കൂടുതലാണ്. ഇവിടെ എക്സിൽ ഇത് റൈറ്റിക്കോ ലെഫ്റ്റിക്കോ ഒന്നും മൂവ് ആയിട്ടില്ല, ഒരേ ലെവലിലാണ്. ഇത് നേരെ എക്സ് ആക്സിസ്ക്ക് വരച്ച് കഴിഞ്ഞാൽ നേരെ എക്സ് ആക്സിസ്ക്ക് വരച്ച് കഴിഞ്ഞാൽ നേരെയാണ്. അപ്പോൾ ഇനി ഇവിടെ y2 - y1. അപ്പോൾ എന്താ കേട്ടോ, എക്സുകൾ സെയിം ആണെങ്കിൽ ഇപ്പോൾ 2 പോയിന്റ് ഇതാ ഇങ്ങോട്ട് വയ്ക്കും. ഈ പോയിന്റിൻ്റെ 10,8, ഈ പോയിന്റിൻ്റെ 10,12. അപ്പോൾ ഇവിടെ എക്സും ഇവിടെ എക്സ് സെയിമാണ്. ഇവിടെ തമ്മിൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, കാരണം എക്സ് മാറ്റമൊന്നുമില്ല. ആകെ മാറ്റം 8 ഇവിടെ 12 എത്തിക്കണം. 8 12 എത്താൻ എത്ര കൂട്ടണം, 4 കൂട്ടണം. ആ 4 ഇവിടുത്തെ ദൂരം. അപ്പോൾ എക്സോ അല്ലെങ്കിൽ വൈകളോ സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ് സെയിം ആണെങ്കിൽ എക്സിനെ നോക്കണ്ട, വൈകളെ തമ്മിലോട്ട് കുറച്ചാൽ മതി. ഇനി കുറക്കുമ്പോൾ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാണ് അപ്പുറത്തും ഇപ്പുറത്തും മോഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈക്വേഷൻ പഠിച്ച് വെച്ചോണ്ട്, ഈക്വേഷൻ ആണെങ്കിൽ നോട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നമ്മൾ ഷെയർ ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും. സോ താങ്ക് യു.